തിരുവനന്തപുരത്ത് നടന്ന 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് സ്വന്തമാക്കി. പ്രേക്ഷക പ്രീതിയടക്കം 2 പുരസ്കാരങ്ങൾ മലയാള ചിത്രം തടവ് സ്വന്തമാക്കി. വ്യവസായവൽക്കരണം ഒരു ഗ്രാമത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ജപ്പാനീസ് ചിത്രം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് മേളയിലെ മികച്ച ചിത്രമായി. റുസുക്കെ ഹാമാഗുച്ചിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. മികച്ച സംവിധായകനുള്ള രജത ചകോരം സംവിധായകൻ ഷോക്കിർ ഖോലിഗോവ് സ്വന്തമാക്കി. വൃദ്ധ ദമ്പതിമാരുടെ ജീവിതം പ്രമേയമാക്കിയ സൺഡേ എന്ന ചിത്രത്തിനാണ് നേട്ടം. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരവും സൺഡേക്ക് തന്നെയാണ്. മലയാള ചിത്രമായ തടവ് മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം സ്വന്തമാക്കിയത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം. മികച്ച മത്സര ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം സ്പാനിഷ് സംവിധായകൻ ഫെലിപ്പോ കാർമോണയുടെ പ്രിസൺ ഇൻ ദ ആൻഡസ് സ്വന്തമാക്കി. മികച്ച മലയാള നവാഗത സംവിധായികയായി B32 മുതൽ 44 വരെയിലൂടെ ശ്രുതി ശരണ്യം നേടി. ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിന് ഉത്തം കാമാട്ടി അർഹനായി. സിനിമാ രംഗത്ത് സംവിധായകർക്ക് നൽകുന്ന സമഗ്ര സംഭാവന കണക്കിലെടുത്തുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി ഏറ്റുവാങ്ങി. 24 തിരുവനന്തപുരം. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 24ന് പുരസ്കാരത്തിളക്കം. തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ കെ ഹരികൃഷ്ണൻ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹനായി. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പുരസ്കാരം.